നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ ഇഷ്യൂ ആണ്. ഹണി റോസും ബോബി ചെമ്മണ്ണൂരും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതായത് ഹണി റോസ് ബാക്കുകൊണ്ട് ജീവിക്കുന്നു, ബോബി ചെമ്മണ്ണൂർ നാക്കുകൊണ്ട് ജീവിക്കുന്നു. ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ സാധാരണ എല്ലാ ആളുകൾക്കും അല്പം വൾഗാരിറ്റി ഉണ്ട് എന്ന് തോന്നാറുണ്ട്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു പ്രതിഫലനമാണ്. സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള ആളുകളും അത് യൂസ് ചെയ്യുകയും അവരുടെ വിചാരങ്ങളും അവരുടെ ആറ്റിറ്റ്യൂഡും എല്ലാം ഈ സോഷ്യൽ മീഡിയയിലൂടെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അങ്ങനെ ആണ് ഹണി റോസിന്റെ ഫോട്ടോയുടെ അടിയിൽ ആരോ കമന്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ആ കമന്റ് വായിച്ചിട്ടില്ല. ഏതായാലും മോശമായ കമന്റ് ആണെന്നാണ് പറയുന്നത്. അത് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ അവർക്ക് ഫീൽ ചെയ്തു എന്ന് പറയുന്നു. എന്തായാലും കേരള പോലീസ് ഇത് കേട്ടുകൊണ്ട് ഉടനെ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിനും അയാളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ശ്രമിക്കുന്നതെല്ലാം അല്പം മോശമായ കാര്യമാണ്. അയാളെ വിളിച്ച് പേഴ്സണലായിട്ട് വാൺ ചെയ്തു വിടുക, ഇങ്ങനെ ചെയ്യരുത്, ഇത് അവർക്ക് മോശമുണ്ട് എന്നൊക്കെ പറയുന്നതാണ് സ്വാഭാവികമായ ഒരു നല്ല ബിഹേവിയർ എന്നുള്ള രീതിയിൽ പറയേണ്ടത്. അങ്ങനെ ഒരാളെ മോശമായ ഭാഷയിൽ പരസ്യമായി അപമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപമാനിച്ച കേരള മുഖ്യമന്ത്രി തന്നെയാണ്. അതായത് കേരള പോലീസിന്റെ നയിക്കുന്ന കേരള മുഖ്യമന്ത്രിയാണ്. അതായത് പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിക്കുന്നത് അദ്ദേഹം മൈക്കിലൂടെയാണ് വിളിച്ചത്. അത്രയും മോശപ്പെട്ട ഒരു കമന്റ് പറയുന്ന പോലീസ് മേധാവി, അതായത് ആഭ്യന്തരമന്ത്രി ഉള്ള ഒരു നാട്ടിൽ ഒരു കമന്റ് എഴുതി എന്ന് പറയുന്ന രീതിയിൽ ഒരാളെ വിളിച്ചു വരുത്തി, അതായത് മീഡിയാസിന്റെ മുന്നിൽ ഇത്രയും അവഹേളിക്കുന്നത് അത്ര നല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമില്ല. കാരണം ഇത് സോഷ്യൽ മീഡിയ ആണ്. അവർക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടാം, അല്ലെങ്കിൽ കമന്റ് ബോക്സ് അയാളെ ബ്ലോക്ക് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാവുന്നതായിട്ടുണ്ട്. പിന്നെ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂരിന്റെ നാക്ക് വളരെ മോശമാണ്. അയാളുടെ ബിഹേവിയർ നല്ലതല്ലെന്നാണ് പറയുന്നത്. അയാൾ ഒരുപാട് ഫ്രോഡ് കാര്യങ്ങൾ ചെയ്യാറ്. അയാൾ ചെയ്യുന്നതൊന്നും അത്ര കറക്റ്റായ കാര്യങ്ങളൊന്നുമല്ല. അയാള് പിന്നെ ആദ്യം അയാൾ ചെയ്ത് ബ്ലഡ് ബാങ്കിന്റെ പേരിൽ ബ്ലഡ് കളക്ട് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അത് നടന്നില്ല. രണ്ടാമത് അയാള് വേൾഡ് റെക്കോർഡ് ചെയ്യുമെന്ന് പറഞ്ഞു ഓടി നടന്നു. കേരളത്തിന്റെ ഒരറ്റം മുതൽ ഓടി, കുറച്ചെങ്ങാണ്ട് ഓടി. അതിനുശേഷം അദ്ദേഹം കാറിലും ബസ്സിലൊക്കെ ചെന്നിട്ട് എന്താ ഇന്ത്യ റെക്കോർഡ് എന്ന് പറഞ്ഞ എന്തോ ഒരു ഉടായ്പ സെറ്റപ്പ് അദ്ദേഹം മേടിച്ചു. വേൾഡ് റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡിലൊന്നും വന്നില്ല. അതിനുശേഷം പിന്നെ അദ്ദേഹം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോട്ടറി. ഈ ലോട്ടറി എത്രത്തോളം, ചായയുടെ കൂടെ ലോട്ടറി വിൽക്കുന്നത്, അതൊക്കെ എത്രത്തോളം പ്രായോഗികമാണെന്ന് നമുക്ക് അറിയത്തില്ല. അതൊക്കെ എല്ലാ ഫ്രോഡ് പരിപാടികൾ തന്നെയാണ്. പിന്നെ എന്തോ സ്വർണം, ആദ്യം പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വർണം തരുമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഫ്രോഡ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ അയാൾ ഇങ്ങനെ കുറെ ചാറ്റിങ് ചെയ്യുന്നുണ്ട് ഇതിന്റെ, അയാളുടെ ആ ഒരു സൽപ്പേര് കാണിക്കുന്നതിന് വേണ്ടി. പിന്നെ അയാൾ ഒത്തിരി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ റോൾസ് റോയ്സ് ടാക്സി ആയിട്ട് ഓടിച്ച് അങ്ങനെ മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടി അദ്ദേഹം എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. മറഡോണയുടെ കൂടെ ഫുട്ബോൾ കളിക്കുന്ന, അങ്ങനെ പല പരിപാടികളും കാണിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് വേറെ എലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളോട് അല്പം ജലസി ഉണ്ടെന്നുള്ളൊരു സത്യസന്ധമായ ഒരു കാര്യമാണ്. അതുകൊണ്ടൊക്കെ ഹണി റോസിനെ കുറിച്ച് പരസ്യമായിട്ട്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനൊന്നും അങ്ങനെ കളിയാക്കുന്ന രീതിയിലൊന്നും പറയത്തില്ല. കാര്യം ഹണി റോസിന്റെ വസ്ത്രധാരണം വൾഗാരിറ്റി ഉള്ളത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. കാരണം അത് ഒരു 100 പേരിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 80 പേരും അത്ര ശരിയല്ല എന്ന് തന്നെയാണ് പറയുന്നുള്ളൂ. പിന്നെ 20 പേർ അത് അവരുടെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയും. പക്ഷെ എങ്കിൽ പോലും ഒരാളുടെ വസ്ത്രധാരണം കാണുമ്പോൾ അത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ പറയാനൊരു സമൂഹത്തിൽ ആളുകൾ പറയും. അത് വസ്ത്രധാരണത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഏത് രീതിയിലുള്ള വസ്ത്രം ധരിച്ചാലും നല്ലതെന്ന് പറയും, ചിലപ്പോൾ ചീത്തയാന്ന് പറയും. പക്ഷെ എന്നിട്ട് അയാളുടെ വസ്ത്രധാരണം, അയാളുടെ സ്റ്റൈലൊന്നും മാറ്റണമെന്നൊന്നുമില്ല. അത് അയാൾക്ക് ഇഷ്ടപോലെ നടക്കണം. കാരണം അത് പ്രശ്നമുള്ള കാര്യങ്ങളല്ല. കാരണം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വൾഗാരിറ്റി കാണിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കാണിക്കാതിരുന്നാൽ മതി, അല്ലാതെ അത് പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഇത് വലിയ അങ്ങേയറ്റത്തെ വിഷയമായിട്ട് കാണിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഹണി റോസ് എന്തായാലും ഹണി റോസിന് ജീവിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് അവർ കാണിച്ചത്. ആ രീതിയിലുള്ള വസ്ത്രധാരണ ഉദ്ഘാടനത്തിന് പോകാന്നുള്ളത് അത് അവർ ചെയ്യുന്നു. ആളുകൾ കമന്റ് ചെയ്യാന്നുള്ളത് അവർക്കൊരു റൈറ്റ് ആണ്. അതിനെ നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും പറ്റത്തില്ല. വേണമെങ്കിൽ ഇത് ബ്ലോക്ക് ചെയ്യാം. പക്ഷെ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുമോ, അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ അവർക്ക് നടപടി സ്വീകരിക്കാം. അങ്ങനെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം, മോഡസ്റ്റ് ഓഫ് വുമൺ ആയിട്ട് കൊടുക്കുകയോ എല്ലാം ചെയ്യാം അവർക്ക്. പക്ഷേ ഒരു ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടു എന്ന് പറഞ്ഞ് കമന്റ് ഇട്ട ആൾക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുന്നതിന്, ഇത് പണ്ട് സരിതാ നായർക്കെന്റെ വീഡിയോ ഷെയർ ചെയ്തെന്ന് പറഞ്ഞ് കേരളത്തിലുള്ള ആൾക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടന്ന രീതിയിൽ ഉള്ളൊരു സംഭവമായി പോകാനാണ് സാധ്യത കൂടുതൽ. പിന്നെ ഒരു ഓളം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൊണ്ടുനടക്കാം. പക്ഷെ ഇത് മോശം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ആൾക്കാർ പ്രതികരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് പ്രതികരിക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ മോശമാണ്. കേരളം എന്ന് പറഞ്ഞാൽ നോർത്ത് കൊറിയ ഒന്നും അല്ലല്ലോ. ആളുകൾക്ക് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരത് പ്രതികരിക്കും. അതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള രീതി നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ഇച്ചിരി ഓവറായി പോയി എന്നാണ് തോന്നുന്നത്. അവർക്ക് ബ്ലോക്ക് ചെയ്യാം. പിന്നെ ബോബി ചെമ്മണ്ണൂരിന് വേണേൽ അവർക്ക് ആ രീതിയിൽ തന്നെ മറുപടി വേണമെങ്കിൽ കൊടുക്കാം. അത് കൊടുത്തില്ലെങ്കിൽ അവരുടെ പരിപാടികളൊന്നും പങ്കെടുക്കില്ല എന്നുള്ള ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം അയാളുടെ സ്വഭാവം അതാണ്, അത് മാറുമെന്നൊന്നും തോന്നുന്നില്ല.
ഇത്രയും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ.